അസ്സലാമു അലൈക്കും. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിനുള്ള തടസ്സങ്ങൾ. ഒന്ന് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. പുരുഷ മേധാവിത്വം ഉള്ള ഒരു സമൂഹമാണ്. അതായത് റെസ്ട്രിക്റ്റിംഗ് വുമൺ ഓൺ ഇൻ ഫോർവാൾ, 4 ചുവരുകൾക്കുള്ളിൽ വീട്ടകങ്ങളിൽ മാത്രം സ്ത്രീകളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ തീരുമാനം എടുക്കാനൊക്കെ സ്ത്രീകൾക്ക് എന്താവുന്നു, സ്ത്രീകൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു. പിന്നെ വുമൻ്റെ റിസർവേഷൻ ബില്ലുണ്ട്. അത് അതായത് സ്ത്രീകൾക്ക് പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ 33% റിസർവേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ബില്ലാണ്. അത് 2008 മുതൽ 2014 വരെ 3 വട്ടം ബില്ല് കൊണ്ടുവന്നെങ്കിൽ ലാപ്സായി. അതാണ് വുമൺ റിസർവേഷൻ ബില്ല്. അതൊക്കെയാണ് തടസ്സം. പിന്നെ എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ്, രാഷ്ട്രീയ പങ്കാളിത്തം സാധ്യമാവുന്നില്ല. പിന്നെ റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നും സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല. ഇന്ത്യയുടെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ നേപ്പാളിനേക്കാൾ അഫ്ഗാനിനേക്കാളൊക്കെ താഴെയാണ്. 20, അതായത് അവസാനത്തു നിന്ന് 20 സ്ഥാനത്താണ് ഇന്ത്യയിൽ വുമൺ റെപ്രസെൻറ്റേഷൻ. അത് കേവലം 4% മാത്രമേ ഉള്ളൂ. രണ്ട് പ്രോക്സി പൊളിറ്റിക്സ്, 4ാമത്തെ കേട്ടോ. 1 പാട്രിയാർക്കൽ സൊസൈറ്റി, 2 എഡ്യൂക്കേഷൻ, 3 റെപ്രസെൻറ്റേഷൻ, 4 പ്രോക്സി പൊളിറ്റിക്സ്. പ്രോക്സി പൊളിറ്റിക്സ് എന്ന ഒരു പുരുഷൻ ഉണ്ടാവും, സ്ത്രീ ഉണ്ടാവും. സ്ത്രീൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പുരുഷനായിട്ട് വരിക, പകരക്കാരനായിട്ട് പുരുഷൻ വരിക. യൂസ് പ്രോക്സി ബൈ മെയിൽ ഇൻ ഫാമിലി. ഇൻ UP അല്ലെ, UPയിലൊക്കെ എന്താണ്, പഞ്ചായത്ത് ചീഫ് സ്ത്രീയാണെങ്കിൽ ഹസ്ബൻഡിന് വേറൊരു പദവിയുണ്ട്. അതാണ് പ്രധാൻപതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദവി എടുക്കും. അതായത് പഞ്ചായത്ത് ചീഫിൻ്റെ ഹസ്ബൻഡാണ് എന്നുള്ള. അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പൊസിഷൻ ഉണ്ടാവും എന്നല്ലാതെ അത് നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നതൊക്കെ ആരായിരിക്കും? പുരുഷന്മാരായിരിക്കും. ആ ഒരു സിസ്റ്റം. 2 സോഷ്യൽ സ്റ്റിഗ്മ, സാമൂഹിക അപമാനമായിട്ട് മാറും. ഇപ്പോൾ സ്ത്രീകൾ കേവലം ഹോം മേക്കേഴ്സാണ്, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സാണ്. വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നതിനപ്പുറം വേറെ ഡ്യൂട്ടികളൊന്നുമില്ല. അതിനപ്പുറം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നോട്ട് ആക്സെപ്റ്റബിൾ, സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സാധനമായിട്ട് സമൂഹത്തിൽ മാറും. അങ്ങനെ ഈ ഒരു 5 സാധനങ്ങളാണ് ആയിട്ടാണ് പറയുന്നത്, ഇതിനുള്ള തടസ്സങ്ങൾ. ഇനി ചാലഞ്ചസ് ഒരുപാട് പറയുന്നുണ്ട്. ചാലഞ്ചസ് തന്നെ പറയാനൊന്നും നേരം ഉണ്ടാവുള്ളൂ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പ്രോബ്ലംസ് ഓഫ് പാർട്ടി ബാക്കിംഗ്. പാർട്ടീസ് നോട്ട് ഗിവ് ദം കാൻഡിഡേറ്റ്, വുമൺ നോട്ട് ആബിൾ ടു ചേഞ്ച് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ അതായത് പാർട്ടികൾ പലപ്പോഴും രാഷ്ട്രീയ പങ്കാളിത്തമോ സ്ഥാനാർത്ഥികളെ നിർത്താനൊന്നും സംഭവിക്കുന്നില്ല. ഈ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, സാമൂഹിക മനോഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല. ഒന്നെന്താണ്, പാർട്ടി സ്ത്രീകളെ പിന്തള്ളൂ എന്നുള്ളത്. രണ്ടാമത്തത്, വുമൺ ഡിസ്ലൈക്ക് റഫ് ലൈഫ് ഓഫ് പൊളിറ്റിക്സിലെ. പൊളിറ്റിക്സ് എന്ന ഒരു കുറച്ച് റഫായിട്ടുള്ള ലൈഫാണ്. അതിന് പലപ്പോഴും സ്ത്രീകൾ എന്താക്കുന്നു, ഡിസ്ലൈക്ക് ചെയ്യുന്നു. അതായത് നോട്ട് ആബിൾ ടു ചേഞ്ച് സ്റ്റീരിയോടൈപ്പ് ഓഫ് വുമൺ പ്ലേസ് ഇൻ പൊളിറ്റിക്സിലെ. സ്ത്രീകളുടെ രാഷ്ട്രീയത്തിലെ സ്ഥാനമുണ്ട്, ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ട്. ഒരു സ്റ്റീരിയോടൈപ്പിലെ ഒരു വാർപ്പ് മാതൃകയുണ്ട്, ഒരു സാധനമുണ്ട്. ആ സാധനത്തെ പൊളിച്ച് ചേഞ്ച് ചെയ്യാനൊന്നും സ്ത്രീകൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്, എല്ലാ കൾച്ചർ എന്താ ചെയ്യുന്നത്? കൾച്ചർ പുട്ട്സ് മാക്സിമം എംഫസൈസ് ഓൺ വുമൺ. നമ്മുടെ സംസ്കാരം മാക്സിമം പുരുഷന്മാർക്കാണ് എന്ത് കൊടുക്കുന്നത്, എംഫസൈസ്. പുരുഷന്മാർക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിസർവേഷൻ 2008 മുതൽ 2014 വരെ 3 വട്ടം ലോക്സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ബില്ല്, സ്ത്രീകൾക്ക് 33% അസംബ്ലികളിലും പാർലമെൻറ്റിലും പ്രാതിനിധ്യമാണ്. ഇപ്പോൾ തദ്ദേശ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലൊക്കെ സ്ത്രീകൾക്ക് 50% പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ 33% അസംബ്ലിയിലും പാർലമെൻറ്റിലും വേണമെന്നിട്ടുള്ള ബില്ല്. പക്ഷേ ബില്ല് എന്തായിപ്പോയി, ലാപ്സായിപ്പോയി. ബില്ല് അവതരിപ്പിക്കാനോ അത് ബില്ലാക്കി മാറ്റാനോ ആക്റ്റാക്കി മാറ്റാനൊന്നും സാധിച്ചില്ല. ഇല്ലിട്രസി, നിരക്ഷരത, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ. പിന്നെ രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ച് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് വിവരമില്ലാതിരിക്കുക. ഓക്കെ. പിന്നെ എഡ്യൂക്കേഷനിൽ അതോടൊപ്പം തന്നെ ഓണർഷിപ്പ് ഓഫ് റിസോഴ്സ്, അതായത് സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇല്ലാതിരിക്കുക. എഡ്യൂക്കേഷനിൽ ആണും പെണ്ണും തമ്മിലുള്ള ഡിഫറൻസസ്, ജെൻഡർ ഡിഫറൻസസ് ഉണ്ടാവുക. പിന്നെ ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ്, പെണ്ണുങ്ങളാണെങ്കിൽ ഓർക്ക് ഇതൊന്നും സാധിക്കൂല, ആണുങ്ങളാണ് സാധിക്കും. അപ്പോൾ ആണാണെങ്കിൽ എന്തെങ്കിലും സാധിക്കും, പെണ്ണ് സാധിക്കൂല എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു പക്ഷം ചേർന്നുള്ള ഒരു മനോഭാവം. ആണാണാൻ പറ്റും, പെണ്ണാണാൻ പറ്റൂല എന്നുള്ള മനോഭാവം. അത്തരം മനോഭാവങ്ങൾ ഇതിന് കാരണമാണ്. പിന്നെ വർക്ക് ആൻഡ് ഫാമിലിയാണ് അടുത്ത പറയുന്നത്.
അത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് അല്ലേ. അപ്പോൾ വീട് സംബന്ധിച്ച വർക്കുകളൊക്കെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് മാത്രം, അതൊക്കെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർക്ക് വീട്ടിലത്തെ ജോലി ഉണ്ടാവും, പുറത്തുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് വീട്ടിലെ ജോലി ഉണ്ടാവും, പുറത്തുള്ള. ഇത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഏകദേശം വീട്ടിലത്തെ ജോലി കൊടുക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്തിട്ട് സമൂഹത്തിലേക്ക് വരാനോ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാമിലി കെയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളെ കെയർ ചെയ്യുക, കുട്ടികളെ സംരക്ഷിക്കുക, അതിലൊക്കെ എന്തില്ല, തുല്യതല്ല, അൺഈക്വലാണെന്ന്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് അവരുടെ ഒരുപാട് സമയങ്ങൾ, എഫേർട്ടുകൾ, അധ്വാനങ്ങൾ, വീട്ടങ്ങൾ ചിലവഴിക്കേണ്ടി വരുന്നു. പ്രഗ്നൻസി സ്വാഭാവികമായിട്ട് വരും അല്ലേ. പിന്നെ ഗർഭം, പിന്നെ ചൈൽഡ് ബർത്ത്, പിന്നെ കഴിഞ്ഞാൽ ഫീഡിങ്, ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവും, കഴിഞ്ഞാൽ പാൽ കൊടുക്കണം. അതിനപ്പുറം ഒരു കുട്ടികൾ വളർന്നു വരുന്നവരെ സംരക്ഷിച്ച് ചൈൽഡ് കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർക്കുകൾ സ്ത്രീകൾക്ക് വരുന്നുണ്ടുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ നെറ്റ്വർക്ക്. പൊളിറ്റിക്കൽ നെറ്റ്വർക്ക് അവർക്കില്ലാത്തത്, അതായത് പൊളിറ്റിക്കൽ അവർക്ക് പിന്നെ പങ്കാളിത്തമോ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ പിന്നെ ഇൻറ്റേർണലായിട്ടുള്ള അൺഡെമോക്രാറ്റിക് അല്ലേ, രാഷ്ട്രീയത്തിൻ്റെ പാർട്ടികളുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, ഇതൊക്കെ അതിനൊരു കാരണമാണ്. മെയിൽ ഡൊമിനേഷൻ ഇൻ പൊളിറ്റിക്സ് അല്ലേ, പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ ആണുങ്ങളുടെ ആധിപത്യം ഉണ്ടാവുക. ലോ ഷെയർ ഓഫ് വുമൺ ഇൻ ഇന്നർ പൊളിറ്റിക്സ് സോ ഫെയിൽ ടു നർച്ചർ അല്ലേ. അപ്പം പിന്നെ സ്ത്രീകൾ എന്താണ് പിന്നെ അവിടെ ഇന്നർ പൊളിറ്റിക്സിൽ അവർക്ക് പങ്കാളിത്തമില്ലാതെ പോവുക. പിന്നെ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് അല്ലേ, പിന്നെ കായികമായിട്ടില്ല സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടില്ലാതിരിക്കുക. ഇപ്പോഴത്തെ സപ്പോർട്ടില്ലാതിരിക്കാൻ എലക്ഷനൊക്കെ വേണ്ടിയിട്ട്, എലക്ഷന് സ്വാഭാവികമായിട്ട് നല്ല തുക ചിലവ് വരും, അതിനൊന്നും ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതിരിക്കുക. പിന്നെ സൊസൈറ്റൽ ആൻഡ് കൾച്ചറൽ നോംസ് ഫോർ എൻ്റർ ഇൻ പൊളിറ്റിക്സ് അല്ലേ, ബാർ ഫ്രം എൻ്റർ ഇൻ ടു പൊളിറ്റിക്സ് അല്ലേ. അപ്പം പിന്നെ സമൂഹത്തിൻ്റെ കുറേ നിയമങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ കുറേ നിയമങ്ങൾ, സംവിധാനങ്ങളൊക്കെ പിന്നെ പൊളിറ്റിക്സിൽ പ്രവേശിക്കുന്നതിലും സ്ത്രീകളെ തടയുന്നു അല്ലേ. നോട്ട് കൺസിഡേഴ്സ് ആസ് നോർമൽ. ഇത് സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം അത് നോർമലല്ല, അതെന്തോ പറ്റാത്ത സാധനമാണ് എന്ന അർത്ഥത്തിൽ വരിക. ഓക്കെ. പിന്നെ പാർട്ടികളുടെ അന്തരീക്ഷം, എൻവിയോൺമെൻറ്റ് എന്തല്ല, വുമൺ ഫ്രണ്ട്ലി അല്ല, സ്ത്രീകൾക്ക് യോജിച്ച രൂപത്തിലുള്ളതല്ല. ദേ ഹാവ് ടു സ്ട്രഗിൾ ഹാർഡ് ആൻഡ് ഫേസ് മൾട്ടി ഡൈമെൻഷണൽ ഇഷ്യൂസ്. സ്ത്രീകൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, ഒരുപാട് ഇഷ്യൂസുകളൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ റെമഡിയൽ മെഷേഴ്സ്, അതിനുള്ള പരിഹാര മാർഗങ്ങൾ അല്ലേ. പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പറയാം, പരിഹാരം ഒന്ന് ജെൻഡർ ഈക്വാളിറ്റി, ആണിനെയും പെണ്ണിനെയും എന്താക്കുക, അവർക്കിടയിലുള്ള സമത്വം, ഈക്വൽ റൈറ്റ്സ് അല്ലേ, അതായത് തുല്യ അവകാശങ്ങൾ, പൊളിറ്റിക്കലാവട്ടെ സോഷ്യലാവട്ടെ എൻവിയോൺമെൻറ്റലാവട്ടെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, ജെൻഡർ ഈക്വാളിറ്റി. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വേണം, ജെൻഡർ ഈക്വാലിറ്റി വേണം. കോർട്ട്, പോലീസ് സ്റ്റേഷൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണുങ്ങൾ എത്താണോ അത്ര തന്നെ പെണ്ണുങ്ങൾ ഉണ്ടാവുക. അതാണ് ഒന്നാമത്തെ റെമഡിയൽ മെഷറായിട്ട് പറയുന്നത്, ജെൻഡർ ഈക്വാലിറ്റി. രണ്ട്, അഫോർമേറ്റീവ് ആക്ഷൻ, അതായത് 30% ഓഫ് സീറ്റ് ഇൻ അസംബ്ലി ആൻഡ് പാർലമെൻറ്റ്. പിന്നെ സ്ത്രീകൾക്ക് പാർലമെൻറ്റിലും അസംബ്ലിയിലും ഇത്ര സീറ്റുകൾ വേണമെന്നുള്ള നിയമമൊക്കെ വെക്കുക. എംപവറിങ് വുമൺ ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് അല്ലേ ആർ ഇമ്പോർട്ടൻറ്റ് ടു റോൾ ഇൻ പൊളിറ്റിക്സ് അല്ലേ. അപ്പോൾ സ്ത്രീകളെ പിന്നെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായിട്ടും എംപവർ ചെയ്യുക, ശാക്തീകരിക്കുക, ശക്തിപ്പെടുത്താം. അങ്ങനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവും, പിന്നെ പൊളിറ്റിക്സിൽ റോൾ ഏറ്റെടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ എംഫോഴ്സ് പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ. സ്ത്രീകൾക്ക് പലപ്പോഴും പിന്നെ ഈ പ്രോപ്പർട്ടി, സമ്പത്തിൻ്റെ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് പിന്നെ ലഭിക്കണില്ല, അത് കൂടുതൽ ഊന്നിയിട്ട് അവർക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പം പ്രോപ്പർട്ടി റൈറ്റുകൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് പൊളിറ്റിക്സ് സമ്പത്ത് വേണം, പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഓക്കെ. പിന്നെ സോഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ, സാമൂഹികമായിട്ടുള്ള അവബോധം നൽകുന്ന ക്യാമ്പയിനുകൾ, സോഷ്യൽ ക്യാമ്പയിൻ വിത്ത് ഹെൽപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, മീഡിയ, റിലീജിയസ് സെലിബ്രിറ്റീസ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലേ. അപ്പം പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, മീഡിയയുടെ, പിന്നെ മതസ്ഥാപനങ്ങളുടെ, സെലിബ്രിറ്റികളുടെ, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്തുണ്ടാവും. അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്ക് പങ്കാളിത്തം വേണം എന്ന് പിന്നെ ഷമാ മുഹമ്മദ് ഒക്കെ പറഞ്ഞ സമയത്ത് അല്ലേ, മുഹമ്മദ് അറിയില്ലേ, പിന്നെ
കോൺഗ്രസിൻ്റെ ഒരു സ്പോക്ക് പേഴ്സണാണ്. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമാണ്, ആവശ്യമാണ്, പിന്നെ വേണ്ടത്ര പങ്കാളിത്തമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഫാക്റ്റായിട്ട് അംഗീകരിച്ച് അതിന് പരിഹാരം കാണുക എന്നത് പ്രധാനമാണ്. റിഫോം ഇൻ ഇലക്ട്രോറൽ പൊളിറ്റിക്സ് അല്ലേ, ഇലക്ട്രോറൽ പൊളിറ്റിക്സിൽ അല്ലേ, അതായത് പിന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവുക. ഓക്കെ. അൺലോഫുൾ മണി പവർ റെഡ്യൂസ് വുമൺ ഇൻ ടു പൊളിറ്റിക്സ് അല്ലേ, അതായത് നിയമപരമല്ലാത്ത അധികാരങ്ങൾ, നിയമപരമല്ലാത്ത സമ്പത്തുകൾ, ഇതൊക്കെ പെണ്ണുങ്ങൾ എന്താക്കും, അവിടെ പിന്നെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കും അല്ലേ. അതായത് ക്രിമിനലുകൾ, രാഷ്ട്രീയ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ പങ്കാളി, അവർക്ക് അധികാരം ഉണ്ടാവുക. പിന്നെ ബ്ലാക്ക് ഇല്ലീഗൽ ഫണ്ട് അല്ലേ, പിന്നെ അതായത് നിയമപരമല്ലാത്ത ഫണ്ടുകളൊക്കെ ഉണ്ടാവും. ആ ഫണ്ടുകളൊക്കെ എന്താവുക, ഇത് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക. ഇലക്ടോറൽ റിഫോമാണ് അല്ലേ, തിരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു സമൂലമായിട്ടുള്ള മാറ്റം വേണം. അങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം. ഇതിപ്പോൾ ക്രിമിനൽസുകൾ, പിണറായി വിജയൻ്റെ അതിന് കുറേ ക്രിമിനൽസുകളുണ്ട്, പിന്നെ കുറേ ഇല്ലീഗലായിട്ടുള്ള പണം കൊടകര മറ്റു കുറേ കൊൽപ്പണങ്ങൾ ഇങ്ങനെ ഇറങ്ങി പിന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് സ്ത്രീകൾക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക, ക്രിമിനൽസിനെയും പിന്നെ ഇല്ലീഗലായിട്ടുള്ള പണങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ പ്രൊമോട്ട് ഇൻട്രാ പാർട്ടി ഡെമോക്രസി അല്ലേ, അതായത് പിന്നെ പാർട്ടിക്കുള്ളിൽ ഉള്ള ജനാധിപത്യം ഉറപ്പുവരുത്തുക. ഞാൻ നേരത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കില്ല, ജനാധിപത്യമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് അവരാണ് മറ്റൊരു പരിഹാര മാർഗം. അവരെന്താ ചെയ്യേണ്ടത്, റെഫ്യൂസ് ഫെയർ നമ്പർ ഓഫ് വുമൺ ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ, ഫെയർ നമ്പർ ഓഫ് റൂം. അപ്പോൾ ആ മതിയായ സ്ത്രീ പ്രാതിനിധ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് പലപ്പോഴും ഇന്ന് റെഫ്യൂസ് ചെയ്യുന്നു, അവർ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. പിന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ അധികാര ഘടന കൂടുതൽ വീക്കറാവും. സ്ത്രീകൾക്ക് നിശ്ചിത പങ്കാളിത്തം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അധികാര ഘടന കൂടുതൽ എന്താവും, ബലഹീനമാവും എന്നവർ വാദിക്കുന്നുണ്ട്. വുമൺ റിസർവേഷൻ ലാബ്സ്, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് മാതിരി അത് വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട്. 2018 മുതൽ 14 വരെയുള്ള കാലഘട്ടത്തിൽ 3 ടൈമിലാണ് വുമൺ റിസർവേഷൻ ബില്ല്, സ്ത്രീകൾക്ക് 33% പിന്നെ പങ്കാളിത്തമുള്ള വുമൺ റിസർവേഷൻ ബില്ല് ലാബ്സായി പോയത്. പിന്നെ ചേഞ്ചിങ് പ്രൊജുഡീസ് അല്ലേ, പുരുഷന്മാർ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻധാരണകളൊക്കെ മാറ്റുക. സ്ത്രീകളാണെങ്കിൽ അവർക്ക് പറ്റൂല എന്ന മുൻധാരണ, അത് കമ്മിങ് നെക്സ്റ്റ് ജനറേഷൻ എങ്കിലും ആ ഒരു മുൻധാരണ മാറ്റുക. പിന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ബിക്കം മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ ആക്ടിവിറ്റി അല്ലേ, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തം കൊടുക്കുക. പിന്നെ ഡീകൺസ്ട്രക്ട് ദ സ്റ്റീരിയോ ടൈപ്പ് ഓഫ് വുമൺ ടു ലിമിറ്റ് ഹൗസ് ഹോൾഡ് അല്ലേ, അപ്പോൾ സ്ത്രീകളെ കേവലം വീട്ടകങ്ങളിൽ മാത്രം ഒതുക്കുക എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ അവിടെ, ആ സ്റ്റീരിയോ ടൈപ്പിന് എന്താക്കുക, ഡീകൺസ്ട്രക്ട് ചെയ്യുക, വീണ്ടും ഒരു അതിനെ തകർക്കുക. ഓക്കെ. പിന്നെ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ഉദാഹരണം സ്റ്റേറ്റ്, ഫാമിലി പോലെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോണ്ട് ടു വുമൺ സ്പെസിഫിക് നീഡ് അല്ലേ, സ്ത്രീകളുടെ പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാം. പിന്നെ ബ്രിഡ്ജ് ഗ്യാപ്പ് ഇൻ എഡ്യൂക്കേഷൻ, പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള എഡ്യൂക്കേഷനിലെ ഗ്യാപ്പുകളൊക്കെ ബ്രിഡ്ജ് ചെയ്യാം. പിന്നെ റീനെഗോഷിയേറ്റ് ജെൻഡർ റോൾ, ആണിനും പെണ്ണിനുള്ള ജെൻഡർ റോളുകളെ വീണ്ടും ഒരു പുനരാലോചന നടത്താം. പിന്നെ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ, പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് പുനരാലോചന നടത്താം. പിന്നെ ബയാസ്ഡ് ആറ്റിറ്റ്യൂഡ്, ആ പെണ്ണാണെങ്കിലും നടക്കൂല, ആണാണെങ്കിലും നടക്കുമെന്ന് പറയുന്ന പക്ഷം ചേർന്നിട്ടുള്ള ഒരു മനോഭാവം, ആ മനോഭാവത്തൊക്കെ ഇല്ലായ്മ ചെയ്യുക, ഇതാണൊന്ന്. നെക്സ്റ്റ്, ഓൾ പാർട്ടീസ് കൺസിസ്റ്റ് ദ റിസർവേഷൻ ബില്ലിലെ എല്ലാ പാർട്ടികളും ഈ റിസർവേഷൻ ബില്ലിനെ അംഗീകരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 33%. ഇംപ്ലിമെൻറ്റ് പ്രൊപ്പോസൽ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ അല്ലേ, മിനിമം പെർസെൻറ്റേജ് അല്ലേ. അപ്പം പിന്നെ എലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ട്, അതായത് മിനിമം പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞ പ്രപ്പോസൽ ഉണ്ട്. ആ പ്രപ്പോസൽ നടപ്പിലാക്കാം. പിന്നെ പറയുന്നത് റിസർവേഷൻ എന്നത് അധിക രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ സ്വീഡൻ, നോർവേ, കാനഡ, UK കുറച്ച് രാജ്യങ്ങളൊക്കെ റിസർവേഷൻ ശക്തമായിട്ട് നടപ്പിലാക്കേണ്ടത്, അതുപോലെ ഇന്ത്യയിൽ നടപ്പിലാക്കുക. പിന്നെ മേക്ക് പോസിറ്റീവ് എനാബിളിംഗ് എൻവിയോൺമെൻറ്റ് അലൈവ് അല്ലേ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പിന്നെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അതായത് ജെൻഡർ ഈക്വാളിറ്റി, പിന്നെ ജെൻഡർ ഓപ്പർച്യൂണിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, അപ്പോൾ റിസോഴ്സുകളുടെ പിന്നെ വിതരണങ്ങൾ, ജെൻഡർ ഈക്വാലിറ്റി, അതൊക്കെ ഉറപ്പുവരുത്തുക. ഷുഡ് ചേഞ്ച് സ്റ്റീരിയോ ടൈപ്പ് അല്ലേ, അതായത് സമൂഹത്തിലുള്ള ഒരു വാർപ്പ് മാത്രമേ എന്താണ് വുമൺ ആസ് വീക്ക്, സ്ത്രീകൾ ബലഹീനരാണ്, അവർക്കൊന്നും സാധിക്കൂല എന്ന സ്റ്റീരിയോ ടൈപ്പ് ചേഞ്ച് ചെയ്യാം.
ഓക്കെ. പിന്നെ വുമൻ്റെ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവിടെ പിന്നെ നേതൃത്വവും നേതൃപാഠവും അതോടൊപ്പം തന്നെ അവിടെ പിന്നെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിലുള്ള കഴിവൊക്കെ എൻഹാൻസ് ചെയ്യുക, കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇൻക്രീസ് ഫീമെയിൽ ഇല്ലിറ്ററസി എസ്പെഷ്യലി ഇൻ റൂറൽ, അല്ലേ, ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള നിരക്ഷരത അത് ഇല്ലായ്മ ചെയ്യുക. കൂടുതൽ പിന്നെ ഇൻക്രീസ് ഫീമെയിൽ ലിറ്ററസി, അവിടെ ഇല്ലിറ്ററസി അല്ല ലിറ്ററസി, അവിടെ സാക്ഷരത കൂടുതൽ ഉറപ്പുവരുത്താം. ബ്രേക്ക് സോഷ്യോ കൾച്ചറൽ ബാരിയേഴ്സ്, അല്ലേ, അതായത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള കുറേ ബാരിയേഴ്സ് തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുക, കട്ട് ചെയ്യുക. ഓരോ റെമഡീസ് പിന്നെ പറയും. അണ്ടർസ്റ്റാൻഡ് 73th അമെൻമെൻറ്റ് ആക്ട് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അല്ലേ, സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങൾ അവരുടെ ബാധ്യതകൾ അതിനെക്കുറിച്ച് ഇന്ത്യയുടെ പിന്നെ 73ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ വുമൺ, സ്ത്രീകൾക്ക് എന്താണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പിന്നെ വളരെ ക്വാളിറ്റി എല്ലാ വിദ്യാഭ്യാസം കൊടുക്കുക. അവർ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജ്, അല്ലേ, മെൻഷൻഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭരണഘടന മെൻഷൻ ചെയ്ത ഭരണഘടന നമ്മളോട് പിന്നെ പറഞ്ഞു തന്ന പെണ്ണുങ്ങളുടെ പിന്നെ അവകാശങ്ങൾ, അവിടെ പ്രിവിലേജുകളെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവുക. പിന്നെന്താ, അഡ്രസ് ജെൻഡർ ബയാസ് വയലൻസ്, ജെൻഡർ ബയാസ് സ്ത്രീകളെ പക്ഷം ചെന്നിട്ടുള്ള എന്തുണ്ട് വയലൻസുകളൊക്കെ, അതിനൊക്കെ എന്താക്കുക അഡ്രസ്സ് ചെയ്യുക. സ്ട്രെങ്തൻ നാഷണൽ മിഷൻ ഓഫ് എംപവറിങ് മിഷൻ, അല്ലേ, നാഷണൽ മിഷൻ ഓഫ് എംപവറിങ് വുമൺ, നാഷണൽ മിഷൻ ഓഫ് എംപവറിങ് വുമൺ എന്ന സംവിധാനമുണ്ട്, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക. പിന്നെ സ്ത്രീ നേതൃത്വത്തെ പ്രൊവൈഡ് ചെയ്യുക, ലീഡർഷിപ്പ് ഫോർ വുമൺ ലീഡേഴ്സ്, അല്ലെ, വുമൺ ലീഡേഴ്സിൻ്റെ ലീഡേഴ്സ് നേതൃത്വത്തെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ദർഗകളിലും ടെമ്പിളിലൊക്കെ സ്ത്രീകൾക്ക് പിന്നെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബില്ലും നിയമമൊക്കെ വന്നിരുന്നു അത്ര. അതുപോലെ തന്നെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ പൊളിറ്റിക്സിലും സ്ത്രീകൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്റേഴ്സും സ്പീക്കേഴ്സൊക്കെ സ്ത്രീകളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വുമൻ്റെ പാർട്ടിസിപ്പേഷൻ പാർലമെൻ്ററി പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചന നടത്തേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഗവൺമെൻറ് ഇതിന് വേണ്ട പിന്നെ മെഷേഴ്സുകൾ, ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സുകളൊക്കെ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. UN സർവേ പ്രകാരം ഇന്ത്യ 9% മാത്രമേ എന്തുള്ളൂ വുമൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നുള്ളൂ. പല രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ മറ്റു രാജ്യങ്ങൾ 55-56% വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത്ര ഒന്നും വരുന്നില്ല. 15ാം ലോക്സഭ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ സമയത്ത് 59 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ, 10.7% ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 53ാം ഭരണഘടന പിന്നെ ഭേദഗതി പ്രകാരം 1992 കൊണ്ടുവന്നത്. അത് പ്രകാരം ഇന്ത്യയിലെ ഗ്രാസ് റൂട്ടുകളിൽ പിന്നെ ഇന്ത്യയുടെ പിന്നെ ഗ്രാമപ്രദേശങ്ങളൊക്കെ 50% വുമൺ ലീഡേഴ്സ് ഉണ്ട്. പഞ്ചായത്ത് രാജ് എന്ന സംഭവമുണ്ട്, അതായത് 5 പിന്നെ വില്ലേജ് കൗൺസിലിൽ 5 മെമ്പർമാർ വേണം. അതൊക്കെ കൂടുതൽ എന്താണ് പിന്നെ സ്ത്രീകളെ ഫോസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഹിമാലയ, മധ്യപ്രദേശ്, ബീഹാർ പോലത്തെ സ്ഥലങ്ങളിൽ 33% മതിയായിരുന്നു ഇത്. അങ്ങനെ അവർ 33% നടപ്പിലാക്കി, അത് പിന്നെ 50-ലെത്തി. അപ്പോൾ ഒരു പുരോഗതി ഉണ്ടെന്നാണ് പറയുന്നത്. CPM BJP പോലത്തുള്ള പാർട്ടി, 2 പാർട്ടിനെ ചേർത്ത് പറഞ്ഞത് കൂടുതൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല വിചാരിക്കും, അല്ലേ. ഏതായാലും വുമൻ്റെ കാൻഡിഡേറ്റ് 7%, വുമൺ സ്ത്രീ പങ്കാളിത്തം 7% ഉള്ളത്. പക്ഷേ വുമൻ്റെ സ്ത്രീകളുടെ പക്ഷം ചേർക്കുന്ന പാർട്ടി എന്ന അർത്ഥത്തിലാണ് അവരൊക്കെ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് വുമൺ പിന്നെ ഇഷ്യൂസ് അവർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഉദാഹരണം ഡൗറി, പിന്നെ സ്ത്രീധനം, റൈപ്പ് കേസ്, പിന്നെ 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 നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുക, അതിനൊക്കെ ഓരെന്താക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ നീഡ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, എന്തിനാണ് ഇപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം വേണ്ടത്? അപ്പോൾ യൂണിസെഫ് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂണിസെഫ് അറിയില്ല, അല്ലേ. ടു ചേഞ്ച് സൊസൈറ്റി, ഒന്ന് സമൂഹത്തിന് മാറ്റങ്ങൾ വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഇമ്പാക്റ്റ് ഓൺ ഔട്ട്കംസ് എസ്പെഷ്യലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മ്യൂണിറ്റി റിസോഴ്സ്, അല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഒരു ഔട്ട്കം പിന്നെ റിസൾട്ടിൽ, ഇപ്പോൾ നിലവിലുള്ള മാതിരിയല്ല, റിസൾട്ടിൽ മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്, അപ്പോൾ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിഷയത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. പിന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ പീസ് നെഗോഷിയേഷൻ ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദി സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ, അല്ലേ. അപ്പോൾ
പീസ് ബൈ സമാധാനപരമായിട്ടുള്ള കൂടിയാലോചനകളിലൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ കൂടുതൽ സേഫ്റ്റിയും പ്രൊട്ടക്ഷനൊക്കെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ലഭിക്കും. അതുകൊണ്ട് സ്ത്രീ പങ്കാളിത്തം വളരെ അത്യാവശ്യമാണ് എന്നാണ് യൂണിസെഫ് പറയുന്നത്. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.